എനിക്കേ ഇന്ന് ഒരു പീസ് ചക്ക കിട്ടിയേ. അപ്പോൾ ഞാൻ അതിനെ എല്ലാം നല്ലവണ്ണം ഇറുത്തെടുത്തു. നാളെ എരിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇത് ചക്കയുടെ പാടയാണ്. പാടയെന്ന് പറഞ്ഞാൽ കുരുവിൻ്റെ പുറത്തിരിക്കുന്ന സാധനമില്ലേ, അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇത് കുറച്ച് ചക്കയുടെ ചവണിയാണ്. ഇതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചക്കയുടെ ചവണിയും ഈ ചക്കയുടെ പാടയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചക്ക കറി വയ്ക്കാനും. ഓക്കെ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചക്കയുടെ ഒരൊറ്റ സാധനം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. അതായത് കുരുവിൻ്റെ പുറത്തിരിക്കുന്ന കുരുത്തോല ഒഴിച്ച് ബാക്കി ഒരു സാധനവും ഞാൻ കളഞ്ഞിട്ടില്ല, കളയത്തില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ചക്ക എരിശ്ശേരി വെക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഇത് രണ്ടും വറക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ വറക്കുന്നത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാവേ. ആദ്യമായിട്ട് ചവണി ഞാനൊരു പാത്രത്തിൽ തട്ടിയിട്ടേ ഇച്ചിരി മഞ്ഞൾപ്പൊടി അങ്ങോട്ടൊന്ന് ഇടുവാണേ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് വിതറിയിടുവാണേ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേ. ഇതിൽ മഞ്ഞൾപ്പൊടി വേണ്ട, അല്പം ഉപ്പ് മാത്രം ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഞാൻ വറക്കാൻ പോകുന്നത് ഈ ചവണിയാണ് ആദ്യം വറക്കേണ്ടത്. കാരണം ഇതിന് ഇച്ചിരി സമയം കൂടുതൽ വേണം. എന്നാൽ ഈ പാടയ്ക്കാണെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും ഒരുമിച്ചിട്ട് വറക്കരുതേ. ഓക്കെ. അപ്പം ഞാനൊന്ന് വറക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ മതി. ഈ ചവണി വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരല്പം എണ്ണ ഒഴിച്ചാൽ മതിയേ. എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് ഇടുവാണേ. ഇത് പെട്ടെന്ന് തന്നെ വറണ്ട് കിട്ടും. ഒരു 2-3 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് നമുക്കിത് വറുത്ത് കോരിയെടുക്കാവേ. ഒന്ന് വേവട്ടെ. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, എങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഓക്കെ. ഒരു 2 മിനിറ്റ് കിടന്നാൽ മതി. നല്ലവണ്ണം ഇത് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുവേ. ആദ്യം ഇട്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ട് കോരട്ടെ. ഇത് 3-4 സ്റ്റെപ്പ് ഇടാനുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് കോരിയെടുക്കട്ടെ. 3ാമത്തെ സ്റ്റെപ്പ് ഞാൻ വറക്കുന്നുണ്ട്. 4ാമത്തെ സ്റ്റെപ്പും വറുത്ത് കോരി ചവണി തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത പാട ഒന്ന് വറുത്തെടുക്കട്ടെ. അടുത്ത ഐറ്റം ഞാൻ ഇട്ടേക്കുവാണേ. അതൊന്ന് വറുത്ത് വരട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചവണി വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് വറുത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എപ്പോൾ ഒരു പാത്രം തീർന്നു എന്നുള്ളത് നോക്കണ്ട കേട്ടോ. ഇനി അടുത്ത് ഒരു ഐറ്റം കൂടെ ഉണ്ട്, പാടയും കൂടെ, അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ചവണിയും ഒരു ഐറ്റം വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്തത് കിടപ്പുണ്ട്. അങ്ങനെ ചക്ക ചവണിയുമായിട്ടുണ്ട്. ചക്ക പാടയും കൊണ്ട് അടിപൊളിയായിട്ട് ചിപ്സ് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ചക്ക കിട്ടിയാൽ അതിൻ്റെ ഒരു ഭാഗവും കളയാതെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന വീഡിയോ. ഓക്കെ, ബൈ.